അന്താരാഷ്ട്ര വിപണിയെ ആശ്രയിച്ചുകൊണ്ട് വില തീരുമാനിക്കപ്പെടുന്ന ലോഹമാണ് സ്വർണം. ലോകത്ത് എല്ലായിടത്തും ഉള്ള ആൾക്കാരെ പോലെ കേരളത്തിലെ ജനങ്ങളും സ്വർണ്ണാഭരണ ക്രമത്തിൽ ഒട്ടും പിറകിലല്ല, കുറച്ച് മുന്നിലാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. പെൺമക്കളുള്ള കുടുംബങ്ങളിൽ സ്വന്തം മകളെ പരമാവധി ആഭരണ വിഭൂഷിതയാക്കി വിവാഹനാളിൽ വരൻ്റെ കൈപിടിച്ച് പറഞ്ഞുവിടുന്ന മോഹം എല്ലാ രക്ഷിതാക്കൾക്കും ഉള്ളതാണ്. ഈ മോഹമാണ് ഒരു കാലത്ത് എല്ലാ പരിധികളും അളവുകളും ലംഘിച്ചുകൊണ്ട് വിവാഹ നാളുകളിൽ പെൺകുട്ടികൾക്ക് വലിയ തോതിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്ന ഒരു ശീലം നമ്മുടെ മലയാളികൾക്കിടയിൽ ഉണ്ടായത്. ഇപ്പോൾ ചരിത്രത്തിലൊരിക്കലും ഉണ്ടാവാത്ത വിധത്തിൽ സ്വർണത്തിൻ്റെ വില ദിവസേന ആയിരക്കണക്കിന് രൂപ വെച്ച് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിലത്തെ കണക്ക് പ്രകാരം ഒരു പവൻ സ്വർണത്തിന് 1,00,000-ഓളം രൂപയുടെ വില വന്നിരിക്കുകയാണ്. ആഭരണമായി മാറിക്കഴിയുമ്പോൾ വില പിന്നെയും വർദ്ധിക്കും. കേരളത്തിലെ സമ്പന്നന്മാർക്കോ അല്ലെങ്കിൽ കുത്തക മുതലാളിമാർക്കോ ഒക്കെ സമ്പാദ്യമായി സ്വർണം വാങ്ങിക്കൂട്ടുന്നതിൽ തെറ്റൊന്നുമില്ല. നാളെ ഒരിക്കൽ വലിയ വിലയ്ക്ക് മറിച്ചു വിൽക്കുവാൻ കഴിയും. എന്നാൽ സ്വർണത്തിൻ്റെ കുതിച്ചു ഉയരുന്ന വില കൊണ്ട് കണ്ണീരിലാകുന്നത് കേരളത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ്. അവരുടെ പെൺമക്കൾക്ക് ഒരു പവൻ്റെ താലിമാലയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1,00,000-ലധികം രൂപ ഉണ്ടാക്കണം. കേരളത്തിലെ വലിയ സാംസ്കാരിക വളർച്ചയുള്ള സമൂഹം എന്നൊക്കെ പറയുമെങ്കിലും സാമ്പത്തിക കാര്യത്തിൽ നമ്മുടെ കേരളീയ ജനതയിൽ 40% ആൾക്കാരും ഇപ്പോഴും എല്ലാ പരിധികൾക്കും താഴെ നിൽക്കുകയാണ്. അവരാണ് ഈ സ്വർണ്ണ വില കൊണ്ട് ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഏതെങ്കിലും അന്തർദേശീയ ഇടപെടലുകളോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കേരളത്തിലെ സമൂഹം ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്താൽ സ്വർണ്ണവില എത്ര കുതിച്ച് ഉയർന്നാലും സാധാരണക്കാരൻ്റെ ജീവിതത്തെ അത് ബാധിക്കില്ല. സ്വർണ്ണാഭരണ ഭ്രാന്ത് എന്ന് പറയുന്ന മലയാളിയുടെ സവിശേഷമായ സ്വഭാവത്തിൽ നിന്നും അകന്നു മാറുവാൻ കുറേയൊക്കെ നമ്മുടെ പുതിയ തലമുറ പെൺകുട്ടികളും ആൺകുട്ടികളും ശ്രമിക്കുന്നുണ്ട്. അത് വലിയ മാതൃകാപരമായ ഒരു മാറ്റമാണ്. വലിയ മാലകളും വലിയ വളകളും ഒക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ശീലത്തിൽ നിന്നും നൂലിൻ്റെ വലിപ്പമുള്ള സ്വർണ്ണമാല അണിഞ്ഞുകൊണ്ട് കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ പോകുന്നതിൽ വലിയ അഭിമാനം കാണുന്ന പുതുതലമുറ നമ്മൾക്ക് മുന്നിൽ ഉണ്ട്. ഇതൊരു വലിയ മാറ്റമാണ്. എന്നാൽ വിവാഹപ്രായത്തിലേക്ക് മക്കൾ എത്തിക്കഴിയുമ്പോൾ മകളെ വെറുതെ കഴുത്ത് ഒഴിച്ചിട്ടുകൊണ്ട് മംഗല്യ സൂത്രം ചാർത്തി വിടുവാൻ ഒരു രക്ഷിതാവും ഒരിക്കലും ആഗ്രഹിക്കില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം കടം വാങ്ങിയോ ഉള്ളതെല്ലാം പണയപ്പെടുത്തിയോ അല്പമെങ്കിലും സ്വർണം വിവാഹത്തിന് പെൺമക്കൾക്ക് കൊടുക്കുന്നതിനുള്ള ഒരു വലിയ ആഗ്രഹം താഴേക്കിടയിലുള്ള എല്ലാവരിലും ഉണ്ട്. ഇത് അംഗീകരിക്കുമ്പോൾ തന്നെ ഇത്തരം മാതാപിതാക്കളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അവർക്ക് ആശങ്കയുണ്ടാകാത്ത വിധത്തിൽ പറഞ്ഞു പരിഹരിച്ചുകൊണ്ട് അച്ഛ അല്ലെങ്കിൽ അമ്മേ എനിക്ക് ഇന്നത് മതി, എന്നെ വിവാഹം ചെയ്യുന്നയാളും അതിനോട് താല്പര്യമുള്ളയാളാണ് എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്ന ഈ സ്വർണ്ണാഭരണ ഭ്രാന്തിൽ നിന്നും നമ്മുടെ കേരളീയ സമൂഹം വിടുതൽ നേടുന്നതിന് തയ്യാറാവണം.
അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ആത്മഹത്യകളും കൂടുതൽ ജപ്തി നടപടികളും കൂടുതൽ ദുരന്തങ്ങളും നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട കുടുംബങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്നതാണ് ഒരു വസ്തുത.